കാമനു കളിവീടായേ കാഞ്ചനമാല ജനിച്ചേ ഉത്തര ഭാരതവർഷേ ജയപട്ടണമെന്നൊരു ദേശേ കാമനു കളിവീടായേ. ആദി മധ്യാന്ത പൊരുത്തം എന്ന് പറയുന്ന പോലെ നാടകത്തിൻ്റെ ആദ്യം നമ്മുടെ മംഗളഗാനം കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അതിന് മുമ്പേ ചെറിയ 2-3 കാര്യങ്ങൾ പറയുകയാണ്. ഒരു സംഗീതം ഒരു എളിയ സംവിധായകൻ എന്നതിനും കൂടെ പറയാനുള്ളൊരു ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ നാടകത്തിൽ സുകുമാരൻ മാഷ് പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്, എങ്ങനെയായിരിക്കണം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ വളരെ വിനയത്തോടെ ചില കാര്യങ്ങൾ വിയോജിപ്പോടുകൂടി ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടായി, അതായത് വളരെ പരുഷമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത്ര ഇത് വേണമെന്നില്ലത്. ഇവിടെ ഞാൻ പൂർണ്ണമായും സുകുമാരൻ മാഷ സ്വത്വം തന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് സുകുമാരൻ മാഷ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ എഴുതി വെച്ച അന്നത്തെ പ്രശ്നങ്ങളെ ഞാനൊരു പ്രേക്ഷകൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് നിഷേധിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു അഹങ്കാരത്തിൻ്റെതോ ഒന്നുമല്ല. ആത്യന്തികമായിട്ട് KT മുഹമ്മദ് പറയുന്ന പോലെ നമ്മളൊരു പ്രേക്ഷകനായിരിക്കണം. അത് സുകുമാരൻ മാഷ് ആ എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ ചിലത് അയാൾ ഉല്ലംഘിക്കാനും സംവിധായകന് അധികാരമുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകൻ്റെ ഭാഗത്താണ് ഉള്ളത്. പിന്നെ സംഗീതം എന്നുള്ളൊരു ഒരു ശ്രേഷ്ഠ കലയാണ്. ഈ മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്നത് സംഗീതമാണ്. മാഷ് ഉപയോഗിച്ച ഇതിൽ മോഹനരാഗം, ശ്രീരാഗം, ആനന്ദഭൈരവി, ആരഭി, ഖരകരപ്രിയ, സഹാന, തോടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല സുകുമാരൻ മാഷ് എഴുതി വെച്ചത് പലതും ഞാൻ എഡിറ്റും ചെയ്തിട്ടുണ്ട്. സുകുമാരൻ മാഷ് പറഞ്ഞ പോലെ നാടകം കളിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ ആദ്യം ചെയ്തത് അതിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു പ്രേക്ഷകനെയാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത്. അത് സുകുമാരൻ മാഷും ചിലപ്പോൾ യോജിക്കുമായിരിക്കും. കാരണം മാഷ രീതികളും അങ്ങനെയാണ്. പിന്നെ പലരും പറയുന്ന പോലെ ഞാനും മാഷും ആരും ഈ നിൽക്കുന്ന ആളാരും ഒന്നും നാടകത്തിൻ്റെ ഒന്നും അവസാന വാക്കുകളല്ല, അവസാന പ്രേക്ഷകനുമല്ല. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അന്ന് പറഞ്ഞത് മാത്രമാണ് ശരി, അയാൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയായിരിക്കണം കളിക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും അവസാന വാക്കല്ല. അപ്പോൾ അത്രയും മാത്രമല്ല, അതിന് ഉപോത്ബലകമായി പറയാനുള്ളത്, കായംകുളത്ത് വെച്ചിട്ട് ഞങ്ങൾ ഈ നാടകം കളിച്ചിരുന്നു ക്ഷണിക്കപ്പെട്ട സദസ്സിന്. അതിൽ ഒന്ന് ഒളിവിലെ ഓർമ്മകൾ, ഒന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഒന്ന് പുറത്തുനിന്ന് ലേഖ എടുത്ത ആയഞ്ചേരി വല്യസ്മാൻ എന്ന നാടകമാണ്. അന്ന് ഏറ്റവും വലിയ സംഗീത സംവിധായകനായ നമ്മുടെ ഇയാൾ ദേവരായ മാഷ് ഇത് കാണാനുണ്ടായിരുന്നു. ദേവരായ മാഷ് കാണാനുണ്ടായപ്പോൾ അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഇത്രയധികം ഇതായി ഇങ്ങനെ പ്രചരിച്ച ഒരു കാലമല്ല. ഈ സുകുമാരൻ മാഷിക്ക് ഇത് സംവിധായകന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയാളെ അയച്ചിരുന്നു. ഈ മാഷ് ഈ നാടകം കണ്ടിട്ട് ആ കത്ത് എന്നെ കാണിച്ചിരുന്നു മാഷ്. അതിൽ മാഷ് പറയുന്ന ദേവരായ മാഷ് പറയുന്ന ഒരു നിരൂപണമുണ്ട്. അയാൾ പറഞ്ഞു വെച്ചാൽ നാടകം അയാൾ പഠിച്ചത് ഞാൻ 3 വായിച്ച് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാക്കത്ത്. ആദ്യാവതരണം കൂടുതൽ ശക്തമാക്കാമായിരുന്നു. ബാക്കി നാടകത്തിനും സംവിധായകനും കണ്ണൂരിൻ്റെ ടീമിനും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ദേവരായ മാഷ്. എന്നിട്ട് സുകുമാരൻ മാഷ് അയാൾ എന്നോട് പറഞ്ഞു, എടാ നിനക്കൊരു കത്തുണ്ട്, പക്ഷെ നിൻ്റെ അഡ്രസ്സ് അറിയാത്തതുകൊണ്ട് അയാൾ എനിക്ക് അയച്ചാന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ഈ മാഷ് പറയുന്ന സംഗീതത്തിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ല, സംഗീതത്തിൻ്റെ അന്നത്തെ ചേരുവകളിൽ നിന്നുകൊണ്ട്
പ്രസിദ്ധനായ ഇത് പിന്നെ ഇത് ദേവരായ മാഷും അടക്കം അത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് വട്ടം അത് ആലോചിച്ചപ്പോൾ ഇന്നും പൂർത്തീകരിക്കാത്ത ഒരു 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 രംഗക്രിയകളിൽ അതിപ്പോഴും വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ചെറിയ ഉദാഹരണം അതിന് മൂളിത്തരാം. ആദ്യം തന്നെ ഉള്ളത് പണ്ടത്തെ പിന്നെ ഇത് ചവിട്ടാർമണിയെ വെച്ചിട്ട് പിന്നെ പാടിയിട്ട് 2 ഭാഗവതന്മാർ പാടിയിട്ടിലെ ഒരു സമ്പ്രദായത്തിലാണ് ഈ നാടകം പോലെ. ഇന്നാണ് പിന്നെ ഹാർമോണിയം മൈക്കെല്ലാം വന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു ചെറിയ എൻ്റെ എനിക്ക് തോന്നുന്നു വെച്ചാൽ വളരെ 6ാം കാലത്തിലേക്കറ്റം മേലെ പോയിട്ട് എടുക്കുന്ന രാഗത്തിലായിരിക്കും ഈ ഭാഗവതം തുടങ്ങുന്നത് തന്നെ. കാരണം അന്ന് മൈക്കില്ല, വളരെ അങ്ങോട്ട് മൈക്കില്ലാണ്ട് തന്നെ എത്രയോ ദൂരത്തേക്ക് കേൾക്കുന്ന ഒരു സമ്പ്രദായത്തിൽ. അതിന് ഉദാഹരണമാണ് ഇപ്പം കുട്ടൻ നായര. അത് സത്യം പറഞ്ഞാൽ ആ സംഗീതം ദേവരായ മാഷ മനസ്സുമായിട്ട് ചോദിച്ചാൽ അവിടെ ഉപയോഗിക്കേണ്ട എന്തായിരുന്നു എന്നറിയോ? മയിൽപ്പുറം കയറി നീവാ മുരുക, മയിൽപ്പുറം കയറി നീവാ ധരി ധരി ഗരി ഗരി ധരി 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 ധരി. അങ്ങനെ പോകുന്നൊരു സാധനമായിരുന്നു ദേവരായ മാഷ മനസ്സിലിടുന്നത്. ഇതന്നെയാണ് ഈ മംഗളഗാനത്തിലേക്കും കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അത് നമ്മുടെ ഭാഗവതന്മാർക്ക് ഇതുവരെ പാടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുരന്ത സത്യം. അപ്പോൾ ഈ മംഗളഗാനം തന്നെയാണ് അവിടെയും വെക്കേണ്ടത്. ഇതാണ് ദേവരായ മാഷ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ സന്ദേഹം അതാണ്. അല്ലാതെ അത് കേവലം അല്ലാതെ സുകുമാര മാഷ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ പിന്നെ ശൈവവും വൈഷ്ണവവും നമ്മളെടുത്ത പറഞ്ഞത് വൈഷ്ണവം ഞഞ്ഞടനമാടെ ഈ ശിവൻ്റെ ആകട്ടെ കജടതപം ശക്തിയാണ് പുരുഷൻ. അതേപോലെ ഈ ശക്തിയിൽത്തിൻ്റെ ആ ഒരു സംഗീതമായിരുന്നു ദേവരായ മാഷ് കണ്ടത്. ആ സംഗീതം ഉപയോഗിക്കാനോ അത് പ്രയോഗിക്കാനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു 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 പിന്നെ ഒരു പോരായ്മയായിട്ട് തന്നെ ഒരു സംവിധായകൻ തന്നെ കാണുമെന്ന്. അത് ഇനിയെങ്കിലും അത് മാറ്റിയെടുക്കാനുള്ള സന്ദർഭം ഞാൻ പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഈ സംഗീതത്തിൻ്റെ ഈ കാര്യങ്ങൾ ഈ നിങ്ങളുടെ മുമ്പാകെ ഞാൻ എൻ്റെ സംശയങ്ങളും സന്ദേഹങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ്. അതായത് അന്നത്തെ ഭാഗവതന്മാരെല്ലാം ഈ അവസാനം ഭീകരമായിട്ടുള്ള ഒച്ചയിലും സ്വരങ്ങളിലാണ് ഇത് അവസാനിപ്പിക്കൽ. ഇങ്ങനെയാണ് ഈ മംഗളഗാനത്തിൻ്റെതും അവസാനിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഈ മയിൽപ്പുറം കയറി വന്നില്ല ആ സംഗീതത്തിൻ്റെ ഒരിക്കലും ഗഞ്ഞണനമായില്ലേ മാരാർക്ക് കിട്ടൂല. പക്ഷെ എന്തുകൊണ്ടാൽ ആ നാടകത്തിൻ്റെ ടോട്ടാലിറ്റിയിൽ ഈ മാരാര എന്നുള്ളത് വിജയിക്കും. സംഗീതത്തിൻ്റെ ഭാഷയിൽ മാത്രം പോയിട്ടുണ്ടെങ്കിൽ ആ സംഗീതമായിരുന്നു നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത്രയും ആണ് ഒരു സംവിധായകൻ എന്ന അത് ചെയ്തിടത്തോളം എനിക്ക് പറയാനുള്ളത്. രണ്ട് മൂന്ന് മംഗളഗാനം 2-3 കാര്യങ്ങളോട് പാടിയിട്ട് നമുക്കിത് ഈ മംഗളഗാനം കൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. രാജാവ്, കല്യാണി, കളവാണി, എന്തിനീ മൃദുമേനി മർദ്ദിക്കുന്നു, അമ്മട്ട് മതിക്കുന്നു. കല്യാണി കളവാണി എന്തിനീ മൃദുമേനി കൺമണി മർദ്ദിക്കുന്നു മറിക്കുന്നു നീ. കല്യാണി കളവാണി എന്തിനീ മൃദുമേനി കൺമണി മർദ്ദിക്കുന്നു മറിക്കുന്നു നീ. വൈഷമ്യമേതുമാത്തേ വൈഷമ്യമേതുമാട്ടെ വൈകാതെ കഥിച്ചാട്ടെ വൈഷ്ണവമതിനൊന്നും വിധിച്ചാട്ടെ. ഇതെന്ത് കൊരങ്ങാ വല്യമ്പുരാട്ടി, അര ഇഞ്ച് അളക്കൂലല്ലോ ഇതിന്. അങ്ങനെ കളിയുടെ കളിയോല അങ്ങനെ കളിയുടെ നമ്പോല, ഇങ്ങനെ കളിയുടെ നമ്പോല, അങ്ങനെ കളിയുടെ നമ്പോല, അങ്ങനെ കളിയുടെ നമ്പോല, ഇങ്ങനെ കളിയുടെ നമ്പോല, അങ്ങനെ ഇങ്ങനെ കളിച്ചാലോ അരമുറത്തേനര നമ്പോല. അങ്ങനെ കളിയുടെ നമ്പോല, ഇങ്ങനെ കളിയുടെ നമ്പോല, അങ്ങനെ ഇങ്ങനെ കളിച്ചാലോ അരമുറത്തേനര നമ്പോല.
എങ്ങനെ നോക്കും എങ്ങനെ നടക്കും എന്നെന്ന് കാണിക്കുന്ന പോലെ അങ്ങനെ കളിക്കണം പോലെ ഇങ്ങനെ കളിക്കണം പോലെ അങ്ങനെ ഇങ്ങനെ കളിച്ചാലോ അരമുറി തേനിടണം പോലെ ഇന്നത്തെ കാലത്തെ മണവാട്ടി ഇംഗ്ലീഷ് വായിച്ച മണവാട്ടി എങ്ങനെ നോക്കും എങ്ങനെ നടക്കും എന്നൊന്ന് കാണിക്കുന്ന പോലെ മാലേ പ്രിയ തോഴി, ഇതെന്ത് മോഹാലസ്യമോ? മാലേ മംഗളശീലേ ചാലേ നീ മാലേ മംഗളശീലേ ചാലേ നീ മാലേ ആനിലൻ വന്നോ മാലേ താമസമുണ്ടേ മാലേ മംഗളശീലേ ചാലേ നീ ഞാൻ കഥാവേശനായാൽ എൻ്റെ ആത്മചൈതന്യം ബാക്കിയാകും. ആത്മചൈതന്യം മാതൃഭൂമിയുടെ സേവനത്തിനുണ്ടാവും. ഇത് സത്യം സത്യം സത്യം. വരൂ 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 സുധ വളർന്ന തൊട്ടിയിൽ വരും മഹോന്നതം ധരിക്കണം മാതൃരാജ്യ സേവനം. വരൂ 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 സുധ വളർന്ന തൊട്ടിയിൽ വരും മഹോന്നതം ധരിക്കണം മാതൃരാജ്യ സേവനം. വിരിഞ്ഞ മാറു കാട്ടിടും വികാരമൂർച്ചയെത്തിടും ഉയർത്തുയർത്തു നീ വരും വിരഞ്ഞിടാതെ നീ വരും. വരൂ വരൂ സുധ വളർന്ന തൊട്ടിയിൽ വരും മഹോന്നതം ധരിക്കണം. പ്രേമഭാജനങ്ങളെ സ്നേഹഭാജനങ്ങളെ നിത്യമാധവം കൊതിച്ചു നിങ്ങളൊക്കെയും വരും. പ്രേമഭാജനങ്ങളെ സ്നേഹഭാജനങ്ങളെ നിത്യമാധവം കൊതിച്ചു നിങ്ങളൊക്കെയും വരും. വരൂ വരൂ സുധ വളർന്ന തുഷ്ടിയിൽ വരും മഹോന്നതം ധരിക്കണം മാതൃരാജ്യ സേവനം. അതെ പ്രിയ മഹാറാണി വിട, ജയപത്തന മഹാരാജ്യമേ വിട, ആരോമൽ പ്രജാസഹസ്രമേ വിട, സൂര്യചന്ദ്രന്മാരെ വിട, തരുലതാദികളെ വിട, സിംഹാസനമേ വിട, അങ്കിയെ വിട, ചെങ്കോലെ വിട, കുടതഴ ചാമരങ്ങളെ വിട, നവരത്ന മണിമടി മകുടമേ വിട. സാഹസമരുളേ ചാരുമുദേ സഹനം കാമ്യന്തേ. സാഹസമരുളേ ചാരുമുദേ സഹനം കാമ്യന്തേ. ആബാലവൃദ്ധം പ്രജകളെ നീ അനാദരാക്കാൻ നോക്കുന്നു. ആബാലവൃദ്ധം പ്രജകളെ നീ അനാദരാക്കാൻ നോക്കുന്നു. സ്വാതന്ത്ര്യ സമരം തുലയട്ടെ, സാമ്രാജ്യ സൂര്യൻ തിളങ്ങട്ടെ.
സ്വാതന്ത്ര്യ സമരം തുലയട്ടെ, സാമ്രാജ്യ സൂര്യം തിളങ്ങട്ടെ, സങ്കര ഫലമൂന്നറികം സൗഹൃദമല്ലോ സങ്കര ഫലമൂന്നറികം സങ്കര ഫലമൂന്നേ സഹനം കാമ്യം ആയിട്ടില്ല. യശമാന് തിരുവായ്മൊഴി നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. മണി 12:05 സ്വാതന്ത്ര്യ സമരം ഈ നാടകത്തിൽ കണ്ട പോലെ അത്ര അധമമായ ഒന്നല്ല. കേട്ടോ കുടിയാന്മാരെ, കോൺഗ്രസും അധമമല്ല. അതുകൊണ്ട് എല്ലാരും കോൺഗ്രസ് ആയിക്കോ. എന്താ എന്താ ഒരു ബഹളം? പന്ത കൊടുത്തോ വേറാട്ടെ. ശരി, നീയാണ് എന്നെ കൂവിച്ചത്. ഇന്ന് ഞാൻ നിന്റെ വേറാട്ടെ. വന്ന വഴിയെ മുടങ്ങണ്ട. ഇനി നമ്മുടേത് പുതിയ വഴി. കളിക്കട്ടിനോട് ഓരം ചേർന്ന് വലത്തോട്ട് നീങ്ങുക. മഹാജനങ്ങളെ, ഇതോടെ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ആയഞ്ചേരി മൂപ്പിലശമാനിതാ നിഷ്ക്രമിക്കുകയാണ്. നന്ദി.